നമസ്കാരം. വോട്ടിന് പണം. പണ്ട് ഏതോ ഒരു ചലച്ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, മെമ്പർ. ഒപ്പിന് കുപ്പി. പ്രോജക്റ്റുകളൊക്കെ നടക്കണമെങ്കിൽ വാർഡ് മെമ്പറുടെ ഒപ്പ് വേണം. അതിന് കുപ്പി ആണ് സമ്മാനം. അതുപോലെ വോട്ടിന് പണം. വേറെ ആരുമല്ല വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടി എന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ്. മതേതര പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളാണ് 10,000-ഉം 20,000-ഉം ഒക്കെ തന്നെ വാഗ്ദാനം ചെയ്യുന്നത്. ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ചാണ്. ഒരു ബൂത്തിൽ 300 വോട്ട് ആ ബൂത്ത് കമ്മിറ്റി പിടിക്കുകയാണെങ്കിൽ ആ ബൂത്ത് കമ്മിറ്റിക്ക് 10,000 രൂപ സഹായമല്ല 10,000 രൂപ സമ്മാനം. അങ്ങനെയൊക്കെയാണ് കഥകൾ മുമ്പോട്ട് പോകുന്നത്. ഇത് നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ജനങ്ങൾക്ക് പണം കൊടുക്കുന്നത് പോലെ തന്നെയാണ് ബൂത്ത് കമ്മിറ്റികൾക്ക്. അവരുടെ പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് ഈ പണം വേണമെങ്കിൽ വോട്ടർമാർക്ക് കൊടുക്കാം. എന്തായാലും നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വോട്ട് കൂടുതൽ നേടുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് വിദേശയാത്ര ഉൾപ്പെടെ ഒരു നേതാവ് വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ തവന്നൂരായിരുന്നു വിദേശയാത്ര വാഗ്ദാനം ചെയ്തത്. ഇന്നിപ്പോൾ താനൂരാണ് ഈ വോട്ടിന് പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായ KN മുത്തുക്കോയ തങ്ങൾ ഇദ്ദേഹമാണ് പ്രഖ്യാപനം നടത്തിയത്. UDF സ്ഥാനാർത്ഥിക്ക്, അതായത് ലീഗ് സ്ഥാനാർത്ഥിക്ക് 300-ൽ അധികം വോട്ടുകൾ നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് 10,000 രൂപ വീതം നിയോജക മണ്ഡലം കമ്മിറ്റി നൽകും എന്നാണ് പ്രഖ്യാപനം. മുസ്ലിം ലീഗിന് കഴിഞ്ഞ 2 തവണയായി ഭരണമില്ല. പക്ഷേ എവിടെ നിന്നാണ് പണം വരുന്നത് എന്നറിയില്ല. കൂടാതെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന 3 ബൂത്ത് കമ്മിറ്റികൾക്ക് 25,000, 15,000, 10,000 വീതം നൽകുമെന്നും നേതാവ് പറയുന്നു. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് നിയമ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. ഇവിടെ പണം കൊടുത്തും വോട്ട് വാങ്ങുകയാണ്. വോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം പോലെ പണം കൊടുത്ത് വോട്ട് നേടുകയാണ്. ബൂത്ത് കമ്മിറ്റികൾക്കൊക്കെ വലിയ പ്രോത്സാഹനമാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ്, എന്തായാലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല മുത്തുക്കോയ തങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ചുമതലയുള്ള നേതാവാണ്. ഇയാളാണ് ഇത്തരത്തിൽ ഇവിടെ വോട്ട് സമാഹരിക്കുകയാണെങ്കിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് പണം നൽകുമെന്നും ഒക്കെ തന്നെ വിളിച്ചു കൂടുന്നത്. ശക്തമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്. ലീഗിനും ലീഗിൻ്റെ ഈ പറഞ്ഞ ഈ ഒരു പ്രവർത്തകനും മുതിർന്ന നേതാവിനും എതിരെയൊക്കെ തന്നെ കേസെടുക്കേണ്ടതാണ്. കൃത്യമായി പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രീതികളെ തന്നെ വിട്ടിലാക്കുന്ന, അല്ലെങ്കിൽ അതിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ്, ഈ ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരിക്കുന്നത്. പണം കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന വൃത്തികെട്ട നെറികെട്ട തന്ത്രം പയറ്റുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. നാളെ വി. ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ത് പറയും എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത് ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്.